ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഡ്ജോ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ഇന്ന് ഫെബ്രുവരി 1, 2020 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമകാലിക ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് PSC ബുള്ളറ്റിനിൽ കാണാൻ സാധിക്കും. എല്ലാ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ത്യ തദ്ദേശീയമായി വികസിച്ച തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായി ഇറക്കി. ഒമാനിൻ്റെ ഭരണാധികാരിയായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സഈദ് അധികാരമേറ്റു. ബിൻ താരിഫ് ബിൻ തൈമൂർ, അതൊന്ന് ഓർത്തിരിക്കുക. ബിൻ താരിഫ് ബിൻ തൈമൂർ അൽ സഈദ് അധികാരമേറ്റു. ഒറ്റത്തവണ നമ്മൾ കേൾക്കുമ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാലേ ഭയങ്കരമായിട്ടുള്ള പിന്നെ അത് റിപ്പീറ്റ് അടിച്ച് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലിരിക്കും. അപ്പോൾ QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വാട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി 2020 ഫെബ്രുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കും. കൂടാതെ വികലാംഗർക്കും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ആദ്യമായി പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തി. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വാട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി 2020 ഫെബ്രുവരിയിലാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കുന്നത്. QR കോഡ് അടിസ്ഥാനമാക്കി പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സ്പീക്കറിനുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ പുരസ്കാരം കേരള നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന് ലഭിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂനെയിലെ IIT സ്കൂൾ ഓഫ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സ്പീക്കറിനുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന് ലഭിച്ചു. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയുടെ പേര് കവചം. രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി തേജസ് എക്സ്പ്രസ്, മുംബൈ തേജസ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുക. അത് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് സർവീസ് ആരംഭിച്ചു എന്ന്. ICC പ്ലെയർ ഓഫ് ദി ഇയർ 2019 പുരസ്കാരം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ബെൻ സ്റ്റോക്സിന് ലഭിച്ചു. ICC പ്ലെയർ ഓഫ് ദി ഇയർ 2019 പുരസ്കാരം ഇംഗ്ലണ്ട് താരം ബെൻ സ്റ്റോക്സിന് ലഭിച്ചു. 2019 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് അവാർഡാണിത്. 2019 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് അവാർഡാണ് ഇത്. റഷ്യൻ പ്രധാനമന്ത്രിയായി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ. റഷ്യൻ പ്രധാനമന്ത്രിയായി മിഖായേൽ മിഷുസ്തിനെ റഷ്യൻ പ്രസിഡന്റ്
വാൾഡിമർ പുടിൻ ശുപാർശ ചെയ്യപ്പെട്ടു. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി ഡോക്ടർ മൈക്കിൾ ദേബഭദ്രയെ നിയമിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിൽ അത്ലറ്റിക് വിഭാഗത്തിൽ കേരളം ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഈ വർഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കൊല്ലം ലോകസഭാ അംഗം NK പ്രേമചന്ദ്രന് സമ്മാനിക്കും. ബാംഗ്ലൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് കേരളത്തിന് ലഭിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായി പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബി ബ്രയന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബി ബ്രയാന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. നൂതന ലേസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യൻ പൈതൃക സ്ഥാനങ്ങളുടെ പ്രദർശനമേളയായ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ ഡിജിറ്റൽ സ്പേസ് ഡൽഹിയിലെ ദേശീയ മ്യൂസിയം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. നൂതന 3D ലേസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യൻ പൈതൃക സ്ഥാനങ്ങളുടെ പ്രദർശനമേളയായ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ ഡിജിറ്റൽ സ്പേസ്. ഇന്ധന സംഭരണത്തിന് ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സക്ഷം. ഇന്ധന സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ തുടർന്ന് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സക്ഷം. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPACയുടെ ബ്യൂറോ അംഗമായി ഇന്ത്യക്കാരനായ ബിപുൾ ബഹരി സാഹയെ തിരഞ്ഞെടുത്തു. ബിപുൾ ബഹരി സാഹയെ തിരഞ്ഞെടുത്തു. അപ്പോൾ രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPACയുടെ ബ്യൂറോ അംഗമായി ഇന്ത്യക്കാരനായ ബിപുൾ ബഹരി സാഹയെ തിരഞ്ഞെടുത്തു. പിന്നെ വളരെയധികം പ്രധാനപ്പെട്ടായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണിനി. 5ാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് ഗോവ വേദിയായി. 5ാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് ഗോവയിലായിരുന്നു വേദി. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് വേദിയായി. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടി സയൻസ് ഫിലിം സിറ്റി ഗോവയിൽ. ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടി 2020 എവിടെയാണ്? ലഡാക്ക്. ലൈഫ് കേണൽ യുവരാജ് മാലിക് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഡയറക്ടറായി നിയമിതനായി. ലൈഫ് കേണൽ യുവരാജ് മാലിക് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഡയറക്ടറായി നിയമിതനായി. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 84ാമത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 തുടർച്ചയായി 3ാം വർഷവും ജപ്പാൻ പാസ്പോർട്ട് 1ാം സ്ഥാനം നിലനിർത്തി. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 84ാമതാകുകയും തുടർച്ചയായി 3ാം വർഷവും ജപ്പാൻ പാസ്പോർട്ട് 1ാം സ്ഥാനം. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏത് പാസ്പോർട്ടാണ് 1ാം സ്ഥാനത്തുള്ളത്? ജപ്പാൻ പാസ്പോർട്ട് 1ാം സ്ഥാനത്തും. എന്നാൽ അതേ തുടർന്ന് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 84ാമതാകുകയും ചെയ്തു.
43 കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള 51ാമത് K9 വജ്ര ടാങ്ക് സേനയ്ക്ക് കൈമാറി. 19ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ മീറ്റിംഗ് 2020 ഇന്ത്യ വേദിയായി. ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് 2020 ഇന്ത്യ വേദിയായി. 29ാമത് സരസ്വതി സമ്മാനത്തിന് സിന്ധി സാഹിത്യകാരനായ വാസുദേവ് മോഹിയുടെ ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരം അർഹമായി. 29ാമത് സരസ്വതി സമ്മാനത്തിനാണ് ചെക്ക് ബുക്ക് ആരുടെയാണ്? സിന്ധി സാഹിത്യകാരനായ വാസുദേവ് മോഹിയുടെ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക വേദിയായി. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക വേദിയായി. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. ദേശീയ സെൻസസ് 2021 പ്രകാരം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കൽ എന്നിവ ചർച്ച ചെയ്യുവാനായി ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിന് ഡൽഹി വേദിയായി. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷൻ ഡോക്ടർ വിവേക് ജോഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെൻസസ് കമ്മീഷൻ ഡോക്ടർ വിവേക് ജോഷി ദേശീയ സെൻസസ് 2021 പ്രകാരം ഡൽഹിയിൽ കോൺഫറൻസ് നടത്തുകയുണ്ടായി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫറൻസ് ഡൽഹിയിൽ നടന്നു. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷനായിട്ട് ഡോക്ടർ വിവേക് ജോഷി ആണ് നിലവിലത്തെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 15ാം വാർഷികം ആഘോഷിച്ചു. ഡയറക്ടർ ആയി സത്യനാരായണൻ പ്രധാൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ സത്യനാരായണൻ പ്രധാൻ. 15ാം വാർഷികമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 15ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ഡയറക്ടർ ആരാണ്? സത്യനാരായണൻ പ്രധാൻ. മിസോറാമിലെ പ്രധാനപ്പെട്ട കാർഷിക വിളവെടുപ്പ്. മിസോറാമിലെ പ്രധാനപ്പെട്ട കാർഷിക വിളവെടുപ്പ് അറിയപ്പെടുന്ന ഉത്സവമാണ് ചപ്ചർ കുട്ട് എന്നാണ് എൻ്റെ കാർഷിക വിളവെടുപ്പിൻ്റെ പേര്. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ തിരഞ്ഞെടുത്തു. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ തിരഞ്ഞെടുത്തു. DRDO വികസിപ്പിച്ച 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ആണവ മിസൈൽ വിശാഖപട്ടണത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഭീരത് നഗറിൽ ഇന്ത്യ നേപ്പാൾ സംയോജിത ചെക്ക് പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നേപ്പാൾ പ്രധാനമന്ത്രി ഗദ്യപ്രസാദ് ശർമ്മ ഒലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൻ്റെ 50ാം വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കൊഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് എന്നായിരുന്നു സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൻ്റെ 50ാമത്തെ വാർഷികമാണ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കൊഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് എന്നായിരുന്നു സമ്മേളനത്തിൻ്റെ സന്ദേശം. ഇന്ത്യൻ വ്യോമസേന സുഖോയ് ഇന്ത്യൻ വ്യോമസേനയുടെ പേര് സുഖോയ്. വിമാനസേന സുഖോയ് 30 MKI
വിമാന വ്യൂഹത്തിൻ്റെ സേനയിൽ ഉൾപ്പെടുത്തി ശബ്ദാതിനാഥ വേഗതയെ ബ്രഹ്മോസ് കടുപ്പിക്കാൻ കഴിയുന്ന യുദ്ധവിമാനമിത്. ശബ്ദാതി വേഗ മിസൈലായ ബ്രഹ്മോസ് കടുപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 സേനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ശബ്ദാതിവേഗ മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലായ ബ്രഹ്മോസ് കടുപ്പിക്കാൻ കഴിയുന്നതാണിത്. ഇന്ത്യയുടെ 79ാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായിട്ട് ബ്രസീലിയൻ പ്രസിഡന്റ് JM ബോൾസോനാരോ ബ്രസീലിയൻ 71ാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായിട്ട് ബ്രസീലിയൻ പ്രസിഡന്റ് JM ബോൾസോനാരോ പങ്കെടുക്കുകയുണ്ടായി. സ്കൂളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കുവാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു. സ്കൂളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാരം 2020 രാഷ്ട്രപതി കുട്ടികൾക്ക് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാരം 2020 രാഷ്ട്രപതി കുട്ടികൾക്ക് സമ്മാനിച്ചു. ആൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൽ ഗുസ്തി താരം യോഗേശ്വർ ദത്തിനും പാരാലിമ്പ്യൻ ദീപ മാലിക്കിനെയും ഉൾപ്പെടുത്തി. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൽ ഗുസ്തി താരം യോഗേശ്വർ ദത്തിനും പാരാലിമ്പ്യൻ ദീപ മാലിക്കിനെ ഉൾപ്പെടുത്തി. VK മൽഹോത്രയാണ് IICSന്റെ പ്രസിഡന്റ്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഗഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ISRO നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര. The Forum of the Election Management Body of South ഏഷ്യയുടെ ചെയർമാനായി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സുനിൽ അറോറ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. The Forum of the Election Management Bodies of India of South ഏഷ്യയുടെ ചെയർമാനായി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ ദേശീയ സംവിധായക ദിനത്തെ ജനുവരി 25 സന്ദേശം എന്തായിരുന്നു? ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നായിരുന്നു ഈ വർഷത്തെ ദേശീയ സംവിധായക ദിനത്തിൻ്റെ സന്ദേശം. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വന്നത് ഭോപ്പാലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വന്നത് ഭോപ്പാൽ, മധ്യപ്രദേശിലാണ്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ.
പച്ചക്കറി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൊറോണ വൈറസിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് കരുതുന്ന ചൈനീസ് നഗരമാണ് വുഹാൻ. കൊറോണ വൈറസിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് കരുതുന്ന ആണ് വുഹാൻ. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ എന്ന വനിതയുടെ ജീവിതകഥ പ്രമേയമാക്കി മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ദീപിക പദുക്കോൺ വേഷമിട്ട ചലച്ചിത്രമാണ് ചാപ്പക്. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് മുണ്ടൂർ. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് പാലക്കാടുള്ള മുണ്ടൂർ. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യനാണ് എം മുംതാസ് അലി. തൂലികാനാമം ശ്രീയം. പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യനാണ് എം മുംതാസ് അലി. ശാസ്ത്രീയ സാങ്കേതിക രംഗത്ത് നിന്ന് പത്മശ്രീ നേടുന്ന മലയാളിയാണ് KS മണിലാൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് പത്മശ്രീ നേടുന്ന മലയാളിയാണ് KS മണിലാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. Thank you for watching. Keep watching on Edge Learning platform for more Kerala PSC exam tips. Thank you.